ഇനി അടുത്ത പാർട്ട് ഇത് വന്ന് ഫ്രണ്ടാണ്. ഫ്രണ്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബാക്ക് കട്ട് ചെയ്തില്ലേ, നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നേരെ കട്ട് ചെയ്ത് കളയരുത്, അതേ ഷേപ്പിന് തന്നെ കട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഫ്രണ്ട് തുണി ലാഭിച്ച് നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് മാർക്ക് ചെയ്യാൻ നമ്മൾ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്തില്ലേ, ആ ബാക്ക് പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പുറത്തിങ്ങനെ ഇട്ട് ഈ കൈക്കുഴി വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഈ കൈക്കുഴി വെട്ടിയില്ലേ, ഈ കൈക്കുഴി വെട്ടിയ ഭാഗം ഈ സൈഡ് വരുന്ന വിധത്തിൽ വെക്കണം. നമ്മൾ ഈ കഴുത്തിന് നമ്മൾ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്തില്ല, ആ ഭാഗത്തോട്ട് നമ്മൾ ഈ കൈക്കുഴി മാർക്ക് ചെയ്ത ഭാഗം വരണം. കഴുത്ത് ഈ ഭാഗം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇങ്ങോട്ട് കൈയിറക്കം നമുക്ക് നോക്കണം, നോക്കിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിറക്കം കിട്ടുമോ എന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. കണ്ടോ, ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റാ ഇതേ അളവിന് മാർക്ക് ചെയ്യണം. ഇതേ അളവിന് മാർക്ക് ചെയ്യണം. കഴുത്തകലം കണ്ടോ, ഈ കഴുത്തകലം കറക്റ്റാ ഇങ്ങോട്ട് വെക്കണം. ഞാൻ ബാക്ക് കട്ട് ചെയ്യാതിരുന്നതിൻ്റെ കാരണം, ബാക്ക് നെക്ക് കട്ട് ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഇതേ കണ്ടോ, നമുക്കിവിടെ ഇങ്ങനെ കറക്റ്റാ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്ക് കട്ട് പിന്നത്തേക്ക് മാറ്റി വെച്ചത് നെക്ക്. ഓക്കെ, കറക്റ്റ് അതേ അളവിൽ ഇതേ ഇങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു ലൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലേ, ലൈൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ടോ. ഈ ലൈന് നമുക്ക് ഈ ലൈൻ വരെ മതി. ഈ എക്സ്ട്രാ എടുത്തില്ലേ അത് വേണ്ട, ഫ്രണ്ടിന് ഈ ലൈൻ വരെ മതി. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലൈന് ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. നമുക്ക് ആ ലൈൻ മതി. കണ്ടോ, ഈ എക്സ്ട്രാ ഫ്രണ്ട് പീസിന് ഈ എക്സ്ട്രാ വേണ്ട, ഇതുവരെ മതി. എന്നിട്ട് ഇവിടെ നമ്മൾ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്തല്ലോ, അത് കഴിഞ്ഞിട്ട് കൈക്കുഴി ആം ഹോൾ മാർക്ക് ചെയ്തു. ആം ഹോൾ മാർക്ക് ചെയ്ത് ഇവിടെ വരുമല്ലോ, ഇതുവരെയല്ലേ ഉള്ളത്. ആം ഹോൾ നമുക്ക് ഇതുവരെയല്ലേ വന്നത്. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂടുതൽ മാർക്ക് ചെയ്യണം. ഈ സൈഡ്, ഈ കൈക്കുഴി വരുന്ന സൈഡ് ഫ്രണ്ട് പീസിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കണം. ഫ്രണ്ട് പീസിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇത് ഇത്രയും നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും വരച്ച് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പീസ് മാറ്റാം. ഇനി ഈ ബാക്ക് പീസ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാം. ബാക്ക് പീസ് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാം. ഈ ഫ്രണ്ടിനൊക്കെ കിട്ടിയ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് കളയരുത്, ഇതും ആവശ്യമുണ്ട്. ഇതിലുള്ള ഓരോ പീസും ആവശ്യമുണ്ട്. ഈ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്ത പീസ് മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ ബാക്ക് ഓക്കെ, ബാക്ക് കഴിഞ്ഞു. ഇനി അടുത്ത് ഫ്രണ്ടിൽ നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തല്ലോ, ഇത്രയും നമ്മൾ കഴുത്താൽ ഇവിടെയല്ലേ മാർക്ക് ചെയ്ത് 3 ഇഞ്ച് അതിൻ്റെ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഫ്രണ്ട് നെക്ക് വന്ന് നമുക്ക് നോർമലി 6.5 ഇഞ്ച് മതി. ഫ്രണ്ട് നെക്ക് വന്ന് നോർമലി 6.5 ഇഞ്ച് മതി. ചില കസ്റ്റമർ വന്നിട്ട് എനിക്ക് ഫ്രണ്ട് ഇത്തിരി കുറച്ച് ഡീപ്പ് വേണം എന്നുകൊണ്ട് ഒരു 7 വരെയൊക്കെ മതി. 7 ഇഞ്ച് ഇടാം, കുഴപ്പമില്ല. ഇനി ഞാൻ ബാക്ക് നെക്ക് ബ്രസ്റ്റ് റൗണ്ടിൻ്റെ 4/1 എടുക്കാൻ പറഞ്ഞല്ലോ, 10 ഇഞ്ച്. ചിലവർക്ക് 11 ഇഞ്ച്, ചിലർക്ക് നല്ല ഡീപ്പ് വേണം. ഇപ്പോൾ ഈ 10 കൂടുതലായാൽ നമുക്ക് കഴുത്തകലം നമുക്ക് 2.5 ഇഞ്ച് എടുത്താൽ മതിയാവും. കഴുത്ത് ഇറക്കം കൂടുതലായാൽ, ഈ 4/1 കൂടുതലായാൽ 2.5 ഇഞ്ച് എടുത്താൽ മതിയാവും. അത് കൂടെ ശ്രമിക്കണം. പിന്നെ ചിലവർക്ക് 4/1 തന്നെ വേണമെന്നില്ല, അവർ എനിക്ക് ഇത്ര ഇറക്കം വേണ്ട, കുറച്ച് മതി എന്ന് പറയുന്നവർക്ക് എത്ര ഇറക്കം വേണമെന്ന് ചോദിച്ച് അതനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രണ്ട് നെക്ക് നോർമലി നമുക്ക് വേണ്ടത് 6.5 ഇഞ്ച്. ഇവിടെ നിന്ന് കഴുത്തകലം നമ്മൾ എത്രയാണ്, 3 ഇഞ്ചല്ലേ എടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നിന്ന് നമുക്ക് 3.5 ഇഞ്ച് വേണം. 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നിന്ന് 3.5 ഇഞ്ച് വേണം. ഈ 3 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് 3.5 ഇങ്ങനെ വരയ്ക്കുക. 3.5 ഇഞ്ച്. ഓക്കെ, ഇനി കഴുത്ത് മാർക്ക് ചെയ്യാതെ ഈ അറ്റത്ത് നിന്ന് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പിംഗ് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ, ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, കൊടുത്താൽ മതി. ഇനി ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഈ ഹുക്ക് വരുന്ന ഈ ഭാഗം കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് അകത്തോട്ട് വരച്ചു കൊടുക്കുക. 4 ഇഞ്ച് നമ്മൾ അകത്തോട്ട് വരച്ചു കൊടുക്കുക. ഇവിടെ നമുക്ക് ലൂസ് ആവാതിരിക്കാനും നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 4 ഇഞ്ച് അകത്തോട്ടാണ് വരയ്ക്കേണ്ടത്. ലൂസല്ല, കുറയ്ക്കുകയാണ് വേണ്ടത്. അകത്തോട്ട് വരച്ചു. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇവിടെ കൈക്കുഴി വന്നിട്ട് നമ്മളൊന്ന് ശകലം ഒരു 1/2 ഇഞ്ചോളം, മൊത്തം ഇങ്ങനെ വരണ്ട, ഇവിടെ 2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമുക്ക് ഉദ്ദേശമുണ്ടല്ലോ, അവിടെ വരെ മതി. അവിടെ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് ഇറക്കി കൊടുക്കുക.
ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മൾ എന്താണെന്നാണ് ഡോട്ട്. അത് നമുക്ക് വേണമല്ലോ, മെയിനായിട്ട് വേണം. നോർമലി നമുക്ക് ഒരു ഡോട്ട്, നോർമലി നമ്മളെ ബ്രസ്റ്റ് പോയിന്റ് 11 ഇഞ്ചാണ്. അതിനോട് നമ്മൾ 3 ഇഞ്ച് ഡോട്ട് കൂടെ 3 ഇഞ്ചാണ് നമ്മൾ ഡോട്ടിന് എടുക്കുന്നത്. ചേർത്ത് എത്ര വരും? 11 3 14 ഇഞ്ച്. അപ്പോൾ ഈ 14 ഇഞ്ചാണ് നോർമലി ഒട്ടുമിക്ക എല്ലാ ബ്ലൗസിനും 14 ഇഞ്ച് മതിയാകും. നിങ്ങൾ യാതൊരു സംശയവും ഇല്ലാതെ 14 ഇഞ്ച് എടുക്കുക. 11 ഇഞ്ചാണ് നമ്മുടെ ഡോട്ട് പോയിന്റ്, അതായത് 3 ഇഞ്ച് നമുക്ക് ഡോട്ട് പിടിച്ച് പോയിന്റിലോട്ട് പിടിക്കണ്ടേ, ആ 3 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്ത് 14 ഇഞ്ച്. 11 3 14. ഈ 14 ഇഞ്ച് സംശയമില്ലാതെ നിങ്ങൾക്ക് എല്ലാ ബ്ലൗസിനും എടുക്കാം. പൊക്കം കുറഞ്ഞവർക്ക് 10.5 3 13.5 എടുക്കാം. ഒരു സംശയമില്ലാണ്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, 14 ഇഞ്ച്. നോർമലി മിക്കലും ഞാൻ 14 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആ 14 ഇഞ്ച് എടുത്തു. ഇനി നമ്മുടെ ഇവിടുത്തെ വീതി ഉണ്ടല്ലോ, ബ്രസ്റ്റ് പോയിന്റ് കണക്കാക്കണമല്ലോ. ബ്രസ്റ്റ് പോയിന്റ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 11 3 14 ഇഞ്ച്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് സെൻറ്റർ പോയിന്റ് കാണണമല്ലോ. ഈ സെൻറ്റർ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കഴുത്തകൽ എത്ര എടുത്തു? 3 ഇഞ്ച് എടുത്തില്ലേ? ഷോൾഡറും 3 ഇഞ്ച് വന്നല്ലോ. അപ്പോൾ ഈ 3 ഇഞ്ചിൻ്റെ പകുതി 1.5. 3 ഇഞ്ചിൻ്റെ പകുതി എത്രയാണ്? 1.5. ആ 1.5യും കഴുത്തകൽ നമ്മൾ എത്രയാണോ എടുത്തത്? 3 ഇഞ്ച്. ആ 3ഉം ഈ 1.5യും കൂടി എത്രയായി? 4.5. അപ്പോൾ ബ്രസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കുന്നത് കഴുത്തകലം ഷോൾഡറിൻ്റെ പകുതി. ഇപ്പോൾ 2.5 കഴുത്തകലം എന്നുണ്ടെങ്കിൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയും ഈ 2.5യും. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3 ഇഞ്ച് ആയതുകൊണ്ട് ഈ 3 ഇഞ്ചും ഷോൾഡർ 3 ഇഞ്ച് അതിൻ്റെ പകുതി 1.5. ഷോൾഡറിൻ്റെ പകുതി 3 ഇഞ്ചിൻ്റെ പകുതി 1.5. അപ്പോൾ ഈ 3ഉം ഈ 1.5, 3 1.5യും 4.5 ഇഞ്ചാണ് നമ്മൾ ബ്രസ്റ്റ് പോയിന്റ്. അത് നമ്മൾ ഈ കുറച്ച് 4 ഇഞ്ച് വരെയല്ല, ആദ്യം വരച്ച വരയില്ലേ, അവിടെ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കണ്ടോ, 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 4.5 ഇഞ്ച് ഇവിടെ എങ്ങനെ മാർക്ക് ചെയ്ത് മനസ്സിലായല്ലോ? ഈ 3 ഇഞ്ചും ഇതിൻ്റെ ഷോൾഡറിൻ്റെ പകുതി 1.5, അങ്ങനെ 4.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി ഈ 14 ഇഞ്ച്, അതായത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇവിടെ നിന്ന് 14 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ, കണ്ടോ, 14 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്യുക. 14 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്യുക. മനസ്സിലായാലും ഇവിടെയും 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഈ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് 4.5, ഇവിടെ നിന്ന് 14 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റർ പോയിന്റ് കിട്ടി അല്ലേ? ഈ പ്ലസ് വരുന്ന ഈ സെൻറ്റർ പോയിന്റ് കിട്ടി. ഇനി ഇത്രയും മനസ്സിലായല്ലോ, സെൻറ്റർ പോയിന്റ് കിട്ടി. ഇനി വന്ന് എന്താണ്? ഇനി നമുക്ക് പട്ടയുടെ ഷേപ്പ് കൊടുക്കണമല്ലോ. ഷേപ്പ് കൊടുക്കാൻ എന്ത് ചെയ്യും? നോർമലി ഇവിടെ നിന്ന് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമ്മൾ എടുക്കാം. നമ്മളിവിടെ ഈ 14 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് നോർമലി വേണമെന്നുള്ളവർക്ക് 2 ഇഞ്ചോ 1.5 ഇഞ്ചോ എടുക്കാം. അപ്പോൾ 2 ഇഞ്ച് എടുക്കുമ്പോൾ ഇവിടെ പട്ടയുടെ വീതി കൂടും. അപ്പോൾ എനിക്ക് അത്രയും വീതി വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 എടുക്കും. 1.5 എടുക്കുമ്പോൾ എനിക്കിവിടെ പട്ടയുടേത് കുറഞ്ഞിരിക്കും. 1.5 ഇഞ്ച്. അപ്പോൾ ഇവിടെ എത്ര വന്നു? 4.5 വന്നു. കണ്ടോ, 1.5 ഇഞ്ച് എടുത്തപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഈ വരയിൽ എത്ര വന്നു? 4.5 വന്നു. ഇതേ 4.5 തന്നെ നമുക്ക് ഇവിടെയും വയ്ക്കാം. നമ്മൾ നേരത്തെ ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തിരുന്നില്ലേ, ആ ലൈനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 4.5യും വയ്ക്കാം. മനസ്സിലായോ? ഇവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഞാൻ 1.5 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇതുവരെ എത്രയുണ്ടെന്ന് നോക്കിയപ്പോൾ 4.5 കിട്ടി. അതേ 4.5 ഞാൻ ഇവിടെ ഈ സൈഡിൽ മാർക്ക് ചെയ്തു. ഓക്കെ, ഈ സൈഡിൽ ഞാൻ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനും ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കണം. ഈ പോയിന്റും കൂടെ കൂട്ടിമുട്ടിച്ചു. അതുപോലെ ഈ പോയിന്റും കൂടെ കൂട്ടിമുട്ടിക്കണം. ഈ പോയിന്റും കൂടെ കൂട്ടിമുട്ടിക്കണം. ഈ പോയിന്റും കൂടെ കൂട്ടിമുട്ടിക്കണം. മനസ്സിലായോ? എന്നോട് പറഞ്ഞു തരാം. നമ്മൾ ബാക്ക് വെച്ച് ഫ്രണ്ടിൽ എല്ലാം അതുപോലെ കറക്റ്റാണ് മാർക്ക് ചെയ്തു. ഓക്കെ, ആ എക്സ്ട്രാ എടുത്ത 1.5 ഇഞ്ച് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചത് കുറച്ചാണ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ, അതുപോലെ വരച്ചത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? കഴുത്തിറക്കം 6.5, ഇവിടെ ഷോൾഡർ 3 ആണെങ്കിൽ ഇവിടെ 3.5 എടുത്തു. ഇങ്ങനെ ചരിച്ച് വരച്ചത് മാർക്ക് ചെയ്തു. ഇവിടെ ആം ഹോള് ശകലം ഇറക്കി, ഇവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി വരച്ചു, ഇവിടെ 1/4 ഇഞ്ച് കുറച്ച് വരച്ചു. ഇനി നമുക്ക് മെയിൻലി വേണ്ടത് ഡോട്ടാണ്. ഡോട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഡോട്ട് പോയിന്റ് 11, അതിലൂടെ 3 ഇഞ്ച് കൂട്ടി 14 ഇഞ്ച്. 11 3 14 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഈ 14 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നിന്ന് അതിൻ്റെ നേരെ നമുക്ക് ഡോട്ട് പോയിന്റ് വേണം, ഈ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ കണക്കാക്കിയത് എങ്ങനെയാണ്? എത്രയാണോ നമ്മൾ കഴുത്തകലം മാർക്ക് ചെയ്തത് അതും പ്ലസ് ഷോൾഡറിൻ്റെ പകുതി 3ഉം 1.5 4.5. ആ 4.5 നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് നമ്മൾ പോയിന്റ് കിട്ടാൻ എന്ത് ചെയ്തു? 14 ഇഞ്ച്. ഇവിടെ ഈ 14 ഇഞ്ചാണ് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തത്. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടിയോ? പോയിന്റ് കിട്ടി. ഇനി ഈ 14 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് കൂടുതൽ എടുക്കാം. മേളിലോട്ട് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇതുവരെ നമ്മൾ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് വരെ എത്രയാണെന്ന് നോക്കി എനിക്ക് 4.5.
അതേ 4.5 നമ്മൾ ഇവിടെ വരും. അപ്പോൾ ചിലവർക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ 17 ഇഞ്ച് എടുത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വന്നത്. 16 ഇഞ്ചോ 15 ഇഞ്ചോ ആണെങ്കിൽ 3 3.5 4 ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് 4.5, അതേ 4.5 ഞാൻ ഇവിടെ എടുത്തു. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലും ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലും കൂട്ടിമുട്ടി. ഇത് ഇത്രയുമാണ് ഫ്രണ്ട് പീസ്. ഇവിടെയാണ് നമുക്ക് ഡോട്ടൊക്കെ വരുന്നത്, ഇവിടെയാണ്. അത് ഞാൻ തയ്ക്കുന്ന സമയത്ത് പറഞ്ഞില്ല. ഇത്രയാണ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. ഈ ഫ്രണ്ട് പാർട്ട് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നതിന് മുന്നേ ഞാൻ ഈ പട്ടയുടെ അളവും കൂടെ പറഞ്ഞു തരാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഈ 1.5 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്തില്ലേ, ഇവിടെ 4.5 വന്നത്, നമ്മൾ 1/2 ഇഞ്ച് മേലോട്ട് വെച്ച് നമ്മൾ എടുക്കാം. 1/2 ഇഞ്ച് മേലോട്ട് വെച്ച് എടുക്കുമ്പോൾ നമുക്ക് എത്ര 4.5. അപ്പോൾ പട്ടയുടെ അളവ് നമുക്ക് എത്രയാണ് 5 ഇഞ്ച്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തത് പട്ട വെട്ടുന്ന സമയത്ത്, പട്ട തയ്ക്കുന്ന സമയത്ത് മറക്കാണ്ടിരിക്കാൻ ഞാനിതിവിടെ മാർക്ക് ചെയ്തത് 5 ഇഞ്ച്. നമ്മളിവിടെ 4.5 എടുത്തത്, അപ്പോൾ അവിടെ 5 ഇഞ്ച് മതി. 5 ഇഞ്ച് എക്സ്ട്രാ എന്തിനാണ് എടുത്തത്, തയ്യൽ തുമ്പിന് പോകും. അതുകൊണ്ടാണ് 4.5 നിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്തത്. മനസ്സിലായല്ലോ അല്ലേ പട്ട? അതായത് ഈ വര വരച്ചിരിക്കുന്ന ഇവിടെ എത്രയാണോ വന്നത് 4.5, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 5 ഇഞ്ച്. ഇപ്പോൾ 3.5 നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ 3.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 4 ഇഞ്ച്. ഓക്കെ, ഇത്രയാണ് ഫ്രണ്ട് പാർട്ട്. ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ബാക്കി അടുത്ത പാർട്ട്.